ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओमज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दिनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं योऽन्तः प्रविश्य मम वाचमिमां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नाम् अन्यं च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुहृदो पङ्गुर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहनो। तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्रसेतुं भजामहे भागवतस्वरूपम्। परमानंद पाठाय प्रेमवर्षीयक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 8-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. പ്രേയേഴ്സ് ബൈ ക്വീൻ കുന്തി ആൻഡ് പരീക്ഷിത് സേവ്ഡ്. കുന്തി മഹാരാജയുടെ പ്രാർത്ഥനയും പരീക്ഷിത് മഹാരാജയുടെ രക്ഷയും അതിനെ പറ്റിയിട്ടാണ് ഈ അധ്യായം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ശ്രുതൗവാച അദത്തെ സംപരേതാനാം സ്വാനാം ഉദകമിച്ഛതാം ദാത്തും സകൃഷ്ണഗംഗായാം പുരസ്കൃത്യ യയുസ്ത്രിയഃ. ശ്രുതൗവാച അദത്തെ സംപരേതാനാം സ്വാനാം ഉദകമിച്ഛതാം ദാത്തും സകൃഷ്ണഗംഗായാം പുരസ്കൃത്യ യയുസ്ത്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ recite you. ഹരേ കൃഷ്ണ. സുത ഉവാച അതദേ സംപരേതാനാം സ്വാനാം ഉദകമിച്ഛതാം ധാതും സകൃഷ്ണ ഗംഗായാം പുരസ്കൃത്യ യയുസ്ത്രിയഃ. വിവർത്തനം ശ്രീലപ്രഭുപാദിക്ക് ജയം. സുത ഗോസ്വാമി അരുളി ചെയ്തു. അനന്തരം പാണ്ഡവർ മരിച്ചുപോയ ബന്ധുജനങ്ങൾക്കായി അഭികാമ്യമായ ജലതർപ്പണം നടത്തുവാൻ ആഗ്രഹിക്കുകയാൽ സ്ത്രീജനങ്ങൾക്കു പിറകെ ദ്രൗപദി സമേതരായ ഗംഗയിലേക്ക് ഗമിച്ചു. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ എങ്ങനെയാണ് ആ അധ്യായം കൺക്ലൂഡ് ചെയ്തത്? അശ്വത്ഥാമനെ ശിക്ഷിച്ചിട്ട് അവർ വെറുതെ വിട്ടു. ഓക്കെ അല്ലേ? അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അർജുനൻ ഭീമന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ബാക്കി എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ശിക്ഷ ചെയ്തു. അർജുനൻ ശിക്ഷിച്ചു. എങ്ങനെയാണ് ശിക്ഷിച്ചത്? തൻ്റെ കുടുമയും ആ മണിയും എടുത്തു കളഞ്ഞു. ശിക്ഷിച്ചിട്ട്, അതായത് ആക്ച്വലി ഇൻസൾട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് മരണത്തിന് തുല്യമാണെന്ന് പറയുന്നത്. ഇൻസൾട്ട് ചെയ്യുന്നത് മരണത്തിന് തുല്യമാണ്. അങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിനെ വിട്ടയക്കാണ് ഉണ്ടായത്. അപ്പം അതിനുശേഷമുള്ള പിന്നത്തെ അധ്യായമാണ് ഇപ്പം നമ്മൾ വായിക്കുന്നത്.
Suda Goswami said, thereafter the Pandavas, desiring to deliver water to the dead relatives who had decided, went to the Ganges with Draupadi. The ladies walked in front. അപ്പോൾ ഇവിടെ സൂത ഗോസ്വാമി ശമണകാദി ഋഷികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഇൻസിഡന്റിന് ശേഷം, സംഭവത്തിന് ശേഷം പാണ്ഡവൻ എല്ലാവരും അവരുടെ മരിച്ചു പോയിട്ടുള്ള, ദേഹം വെടിഞ്ഞിട്ടുള്ള എല്ലാ ബന്ധുക്കളുടെയും തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആഗ്രഹത്തോടുകൂടി ഗംഗയിലേക്ക് പോയി, ദ്രൗപദി സമേതം. അപ്പൊ സ്ത്രീകളെല്ലാം മുമ്പിൽ നടന്നു. അപ്പൊ നമുക്കറിയാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്രിയാകർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അവരുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി, ഹരേ കൃഷ്ണ, അവരുടെ ആത്മീയ അല്ലെങ്കിൽ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രാദ്ധം ചെയ്യും, നമ്മൾ തർപ്പണം ചെയ്യാറുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, കുറച്ച് ആൾക്കാരൊന്നുമില്ല, യുദ്ധത്തിൽ രണ്ട് സൈഡിലും ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ എല്ലാം ആ തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവരെല്ലാം ബന്ധപ്പെട്ടവരാണ്. കൗരവരും പാണ്ഡവരും എല്ലാം കസിൻസ് ആണ്. ആ യുദ്ധത്തിൽ പങ്കെടുത്ത് വരുമ്പോൾ എല്ലാവരും കുറെ റിലേറ്റീവ്സ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി, അതായത് ശ്രാദ്ധം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഗംഗാതീരത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. വായിക്കാം എന്താണ് ഭാവാർത്ഥത്തിൽ ശ്രീ പ്രഭുപാദർ പറയുന്ന നോക്കാം. To date, it is a custom in Hindu society to go to the Ganges or any other sacred river to take bath when death occurs in the family. Each of the family members pours out a pot full of the Ganges water for the departed soul and walks in a procession with the ladies in the front. The Pandavas also followed the rules more than 5,000 years ago. Lord Krishna, being a cousin of the Pandavas, was also amongst the family members. അത് എത്രയോ കാലം മുതൽക്കുള്ള നമ്മളുടെ ഒരു വേദിക് റിച്വൽസ് ആണ്, കസ്റ്റംസ് ആണ്. അതായത് മരിച്ചു പോയാൽ നമ്മൾ ഒരു ഹോളി റിവറിൽ പോയിട്ട് അവർക്ക് ശ്രാദ്ധം ചെയ്യുന്നത്. അത് മാത്രമല്ല, ശവം നമ്മൾ പ്രൊസഷനിൽ കൊണ്ടുപോകും. നമ്മുടെ എല്ലാ ബന്ധുക്കളായിട്ട് പ്രൊസഷനിൽ കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് അത് കുറവാണ്. രാം നാം സത്യഹേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ടിട്ട് നമ്മൾ പ്രൊസഷനിൽ കൊണ്ടുപോകും. എന്താണ് അതിന്റെ ഉദ്ദേശിച്ചാൽ, ഇത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക്, ഹരേ കൃഷ്ണ, മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും ഓർമ്മ വരണം, ഇതെല്ലാം താൽക്കാലികമാണ്, ഇന്നല്ലെങ്കിൽ നമുക്കും നാളെ ഈ സ്ഥിതി വരും എന്നുള്ള ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളൊരു പ്രൊസഷനായിട്ട് ഈ ഡെഡ് ബോഡിയെ ഒരു പ്രൊസഷനിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ ഗംഗയിലാണ്. ഗംഗ വളരെ പവിത്രമാണ് അല്ലെ. അപ്പോൾ നമ്മള് ഗംഗയിൽ കുളിക്കാൻ പോകും. അത് വളരെ പവിത്രമായിട്ടുള്ള, നമ്മളുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയുന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഗംഗ നമുക്ക് ഡെയിലി പോയിട്ട് കുളിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഗംഗയിൽ കുളിക്കാൻ പറ്റില്ലെങ്കിൽ ഗംഗ നമുക്ക് ആവാഹിക്കാം. എങ്ങനെ ഗംഗ ആവാഹിച്ചിട്ട് നമ്മൾ ആ ഗംഗ വെള്ളത്തിൽ നമുക്ക് കുളിക്കാൻ പറ്റും? എങ്ങനെയാണ് ഗംഗയെ ആവാഹിക്കുക നമ്മുടെ വെള്ളത്തില്? ഒരു മന്ത്രമുണ്ട്, ഗംഗേച്ച യമുന ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം. ഇതുകൊണ്ട് നമ്മൾക്ക് ഇപ്പൊ ഗംഗ ഇല്ലെങ്കിലും, ഫിസിക്കലി നമ്മുടെ അടുത്ത് ഗംഗ ഒഴുകുന്നില്ലെങ്കിലും നമുക്ക് ഗംഗയെ ആവാഹിച്ചിട്ട് നമുക്കതിൽ കുളിക്കാം. അപ്പൊ ഗംഗാജലത്തില് ഗംഗയിൽ കുളിക്കുന്നവന് തുല്യമാണ്. അപ്പൊ ഗംഗ അത്രയും പവിത്രമാണ്. കാരണം നമുക്കറിയാം, വാമനാവതാരത്തില് ആ അവതാരത്തിന് ശേഷം ഗംഗ ഇവിടെ ഈ മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകത്തിൽ വന്നത്. ആദ്യം സ്വർഗ്ഗലോകത്തിലാണ് വന്നത്. സ്വർഗ്ഗലോകത്തിൽ നിന്ന് ഭാഗീരഥ മഹർഷിയാണ് ഇത് ഇങ്ങോട്ട് താഴെ ഭൂമിയിലേക്കും മറ്റുള്ള സ്ഥലത്തേക്കും എത്തിച്ചത്. അപ്പോൾ ഭഗവാന്റെ എന്താണ് അതിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ കാല് കഴുകിയിട്ടുള്ള വെള്ളമാണ്. ഈ ഭൗതിക ലോകത്തിന്റെയും ആധ്യാത്മിക ലോകത്തിന്റെയും മധ്യേ വിരജ നദിയുണ്ട്. ആ വിരജയാണ് ഗംഗ. അപ്പൊ ഈ ഭൗതിക ലോകത്തില് അത് വരുന്നു, ഗംഗയായിട്ട് അറിയപ്പെടുന്നു അല്ലെ. അപ്പോ ഈ പവിത്രമായിട്ടുള്ള ഭഗവാന്റെ പാദത്തിനെ സ്പർശിച്ച് പാദത്തിനെ കഴുകിയിട്ടുള്ള വെള്ളമായതുകൊണ്ട് അതിന് ഭയങ്കര പവിത്രമാണ്. എല്ലാവരുടെയും പാപങ്ങളെ കഴുകിക്കളയാനുള്ള ശക്തി ഗംഗയ്ക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഗംഗയിൽ കുളിക്കുന്നത് വളരെ വളരെ പവിത്രമാണ്. എല്ലാ പാപങ്ങളും അത് കഴുകിക്കളയും. അതാണ് നമ്മള്
സൗത്ത് ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ വൃന്ദാവനിലോ മായപ്പൂരിലോ പ്രയാഗിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഗംഗാസ്നാനത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മളുടെ ഉദ്ദേശം പാവങ്ങൾ കഴുകലേ, അതായത് അത്രയും പവിത്രമായ ഭഗവാന്റെ ചരണത്തെ അത് സ്പർശിച്ച് അതിനെ കഴുകിയിട്ടുള്ള ആ ഒരു ജലമായതുകൊണ്ട് അത് അതിൽ ബാക്ടീരിയ കൂടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത്രയും അത് ഗംഗാജലം നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കാം, കേടുവരില്ല. ബാക്കി കുളത്തിലെ അല്ലെങ്കിൽ കിണറിലെ വെള്ളം നമ്മൾ കുറച്ച് ദിവസം വെച്ചാൽ അതിൽ അഴുക്ക് വരും, അത് കേടുവരും. പക്ഷെ ഗംഗാജലം കേടുവരില്ല, അത്രയും പവിത്രമാണ് ആ ഗംഗാജലം. ആദി ശങ്കരാചാര്യർ പറയുന്നു, ഭഗവത്ഗീത കിഞ്ചിത് അതീത ഗംഗാജലലവ കണികാപീത സകൃത് ഏവ സമർച്ച മുരാരി ക്രിയതേ തസ്യന യമേന ചർച്ച എന്ന് പറയുന്നു. ഭഗവത്ഗീത കിഞ്ചിത് അതീത, അത് ഭഗവത്ഗീത കുറച്ചെങ്കിലും ഒരു ദിവസം നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് അത്രയും പവിത്രമാണ്. കാരണം ഗംഗാജലം ഭഗവാന്റെ കാലിൽ നിന്ന് വരുന്നു, കാല് കഴുകിയിട്ട് വരുന്നു. ഇതെവിടുന്ന് വരുന്നു? ഭഗവത്ഗീത മുഖാരവിന്ദം എന്ന് വരുന്നു അല്ലേ? അപ്പോൾ രണ്ടും പവിത്രമാണ്. ഭഗവത്ഗീതയും പവിത്രമാണ്, അതേപോലെ ഗംഗയും പവിത്രമാണ്. ഭഗവത്ഗീത കിഞ്ചിത് അതീത, കുറച്ച് ഒരു ശ്ലോകങ്ങളും വായിച്ചാൽ മതി ഭഗവത്ഗീത. ഗംഗാജല ലവ കണികാപീത, ഒരു കണിക, ഒരു ഡ്രോപ്പ് നമ്മൾ സേവിക്കുക, കഴിക്കുക. സകൃത് ഏവ സമർച്ച മുരാരി, മുരാരി എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ. ആ മുരാരിയെ നമ്മൾ പ്രാർത്ഥിക്കുക കുറച്ച്. എന്നാൽ നമുക്ക് യമരാജയവനെ പറ്റിയിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതായത് നമ്മൾ നരകത്തിൽ പോവില്ല എന്നർത്ഥം. അത്രയും പവിത്രമാണ്. അതായത് ഭഗവത്ഗീത അത് ഭഗവാന്റെ മുഖാരവിന്ദെന്ന് വരുന്നു, ഗംഗ അത് പാതാരവിന്ദെന്ന് വരുന്നു അല്ലേ? പിന്നെ മുരാരി അതായത് ഭഗവാൻ കൃഷ്ണന്റെ ആരാധന. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും ചെയ്യുകയാണെങ്കിൽ, ഡെയിലി കുറേശ്ശെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ യമരാജാവ് നമ്മുടെ അടുക്കൂടിൽ വരില്ല. അതായത് നമ്മളുടെ ദേഹം വെടിയുന്ന സമയത്ത് യമരാജാവ് നമ്മളെ കൊണ്ടുപോവില്ല, മറിച്ച് വിഷ്ണുദൂതന്മാർ വന്നിട്ട് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ അത്രയും പവിത്രമാണ് ഈ ഗേഞ്ചസ് വാട്ടർ അല്ലെങ്കിൽ ഗംഗ. അവിടെ തർപ്പണം ചെയ്യുക. അതായത് ദേഹം വെടിഞ്ഞ് പോയ ആൾക്കാർ അവർ ഏത് തലത്തിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഭഗവാന്റെ അടുത്തേക്ക് പോവോ, അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ലോകത്തിലേക്ക് പോവോ, വീണ്ടും ജനിക്കുവോ, നരകത്തിൽ പോവോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല അല്ലെ? നമുക്ക് നമ്മളുടെ കാര്യം തന്നെ അറിയില്ല, പിന്നെ എങ്ങനെ മറ്റുള്ളൊരു കാര്യം അറിയും? ഇതെല്ലാം കണക്ക് വയ്ക്കുന്നത് ആരെ? യമരാജാവാണ്. യമരാജാവും ചിത്രഗുപ്തനും കണക്ക് വയ്ക്കുക. അതൊക്കെ അല്ല, ഭഗവാൻ അതിന്റെ അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരുടെ ആധ്യാത്മിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ തർപ്പണം ചെയ്യുന്നു. അവർക്ക് ഭഗവാന്റെ പ്രസാദം കൊടുക്കുന്നു, ഗംഗാജലം കൊടുക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ആ കഷ്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. 5000 വർഷം മുമ്പ് ഈ കഷ്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. To date, it is the custom in Hindu society to go to the Ganges or any other sacred river to take bath when death occurs in the family. Each of the family members pours out a pot full of the Ganges water for the departed soul and walks in a procession with the ladies in the front. The Pandavas also followed the rules more than 5,000 years ago. Lord Krishna, being a cousin of the Pandavas, was also amongst the family members. ഭഗവാൻ കൃഷ്ണനും അവിടെ അതിൻ്റെ ഈ ഗ്രൂപ്പിലുണ്ട്. കാരണം പാണ്ഡവന്മാരുടെ കസിനാണ്, ബുദ്ധിമാരുടെ സഹോദര പുത്രനാണ് അല്ലേ ലോർഡ് കൃഷ്ണ. അപ്പൊ അദ്ദേഹം അവരുടെ കൂടെയുണ്ട്. എല്ലാ സ്ത്രീകളും മുമ്പിലായിരുന്നു. അങ്ങനെ അവര് ആ ക്രിയാകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പോയി എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് 2. തേനിനിയോദകം സർവേ വിലപ്യാചാഭൃശം പുനാം ആപ്ലുതാ ഹരിപാദാബ്ജ രാജപൂതാ ശരീജലേ. തേനിനിയോദകം സർവേ വിലപ്യാചാഭൃശം പുനാം ആപ്ലുതാ ഹരിപാദാബ്ജ രജപൂതാ ശരീജലേ. ആരെങ്കിലും വായിക്കും? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേനിനിയോദകം സർവേ വിലപ്യാച വൃഷം പുനഃ ആപ്ലുതാ ഹരിപാദാബ്ജ രജപൂത സരിജ്ജലേ. വിവർത്തനം by His Divine Grace Abhay Charanarvinda Bhakti Vedanta Swami Srila Prabhupada. Srila Prabhupada ki jai.
പിതൃക്കൾക്ക് ഗംഗാജലം അർപ്പിക്കുകയും അവരെ ഓർത്ത് അത്യന്തം വിലപിക്കുകയും ചെയ്ത ശേഷം അവർ ഭഗവാന്റെ പാദധൂളി കലർന്നതിനാൽ പവിത്രമായ ജലത്തോടു കൂടിയ ഗംഗാ നദിയിൽ വീണ്ടും സ്നാനം ചെയ്തു. ഹരേ കൃഷ്ണ. Having lamented over them and sufficiently offered Ganges water, they bathed in the Ganges, whose water is sanctified due to being mixed with the dust of the lotus feet of the Lord. അപ്പോൾ അവർ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ദേഹമടിഞ്ഞ യുദ്ധത്തിലെല്ലാം മരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവര് വളരെ ദുഃഖത്തിലാണ്, വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ ഗംഗാ വാട്ടർ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗംഗാജലം ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അവർ അതിനുശേഷം അവർ ഗംഗയിൽ സ്നാനം ചെയ്തു. കാണിച്ചാൽ ഗംഗ അത്രയും പവിത്രമാണെന്നാണ്. കാരണം ഭഗവാന്റെ ലോട്ടസ് ഫീറ്റ് എന്ന് വരുന്നതാണ്. ആ ഭഗവാന്റെ ലോട്ടസ് ഫീറ്റിലെ ധൂളി കലർന്നതാണ് ഗംഗാജലം. അതുകൊണ്ട് അവര് ആ ക്രിയാകർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷം അതിൽ കുളിക്കുകയുണ്ടായി. അതാണ് ഇവിടെ പറയുന്നത്. അവർ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണനും അവിടെയുണ്ട്. അടുത്ത ശ്ലോകം, ടെക്സ്റ്റ് 3. തത്രാസീനം കുരുപതിം ധാർത്തരാഷ്ട്രാം സഹാനുജം ഗാന്ധാരീം പുത്രശോകാർത്തം വൃഥാം കൃഷ്ണം ച മാധവ. തത്രാസീനം കുരുപതിം ധൃതരാഷ്ട്രം സഹാനുജം ഗാന്ധാരീം പുത്രശോകാർത്തം വൃഥാം കൃഷ്ണം ച മാധവ. വായിക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 3. തത്രാസീനം കുരുപതിം ധൃതരാഷ്ട്രം സഹാനുജം ഗാന്ധാരീം പുത്രശോകാർത്താം വൃഥാം കൃഷ്ണാം ച മാധവ. വിവർത്തനം. ഭാവാർത്ഥം ബൈ ശീലപ്രഭാജി. വിവർത്തനം. കുരുവംശാധിപനായ മഹാരാജാവ് യുധിഷ്ഠിരൻ തന്റെ ഇളയ രാജാക്കൾ ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തി, ദ്രൗപദി തുടങ്ങിയവരോടൊപ്പം അവിടെ ആസനസ്ഥനായിരുന്നു. അവർ ഏവരും അതിയായ ശോകത്തിൽ ആണ്ടിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. There sat the king of the Kurus, Maharaja Yudhishthira, along with his younger brothers and Dhritarashtra, Gandhari, Kunti, and Draupadi, all overwhelmed with grief. Lord Krishna was also there. അപ്പോൾ ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഓക്കെ, കിങ് ഓഫ് ദ കുരുസ്. ആരാണ് കുരു രാജ്യത്തിൻ്റെ രാജാവാരാണ്? മഹാരാജ യുധിഷ്ഠിര. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അനുജന്മാരായിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. മറ്റുള്ള പാണ്ഡവന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ധൃതരാഷ്ട്രൻ ഉണ്ടായിരുന്നു, ഗാന്ധാരി ഉണ്ടായിരുന്നു, കുന്തി മഹാറാണി ഉണ്ടായിരുന്നു, ദ്രൗപദി ഉണ്ടായിരുന്നു. എല്ലാവരും വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്, ശോകത്തിൽ ആണ്ടിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണനും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. So the battle of Kurukshetra was fought between family members, and thus all affected persons were also family members like Maharaja Yudhishthira and brothers Kunti, Draupadi, Subhadra, Dhritarashtra, Gandhari and her daughters-in-law, etc. Okay. എല്ലാവരും ബന്ധുക്കളാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് ആ ബന്ധമുണ്ട്. So all the principal dead bodies were in some way or other related with each other, and therefore the family grief was combined. ഒരാളുടെ ഒറ്റയ്ക്കുള്ള ഒരു ദുഃഖമല്ല, എല്ലാവരും കമ്പൈൻഡ് ആണ്. എല്ലാവരും ഈ ദുഃഖത്തിൽ കാണിച്ചാൽ കുറച്ച് ആൾക്കാരല്ല മരിച്ചിരിക്കുന്നത് യുദ്ധത്തിൽ. Lord Krishna was also one of them as a cousin of the Pandavas and nephew of Kundi, as well as the brother of Subhadra, etc. കൃഷ്ണനും ഇതിൽ എഫക്റ്റ് ഉണ്ട്. കാരണം കൃഷ്ണനും പാണ്ഡവന്മാരുടെ കസിനുമാണ്. അതേപോലെ കുന്തി മഹാരാണിയുടെ മരുമകനുമാണ്, സുഭദ്രയുടെ സഹോദരനും. The Lord therefore was equally sympathetic toward all of them, and therefore he began to pacify them befittingly. അപ്പോൾ ഇതെല്ലാം അറിയുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അവരെല്ലാവരെയും സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം നമ്മളൊരു വീട്ടിൽ നമ്മൾ ബന്ധപ്പെട്ട വല്ലവരും മരിച്ചാൽ അവരെ വീട്ടിൽ പോയിട്ട് അവരെ സാന്ത്വനപ്പെടുത്താറുണ്ട്, ആശ്വസിപ്പിക്കാറുണ്ട് അല്ലേ.
അപ്പോൾ അതിനും ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം, ഒരാളെ ആശ്വസിപ്പിക്കണം. എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വളരെ ദുഃഖത്തിൽ ആണ്ടിരിക്കുന്ന സമയത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വിട്ടുപോകുമ്പോൾ, അതായത് ഇമോഷണലി അവർ ടോട്ടലി കൊളാപ്സ്ഡ് ആയിരിക്കും. ആ സമയത്ത് അവരെ ചെന്ന് സാന്ത്വനപ്പെടുത്തുക പറഞ്ഞ് വലിയൊരു കാര്യമാണ്, അത് കഴിവാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ അതിനറിയാം. ഭഗവാൻ കൃഷ്ണൻ അത് ഒറ്റയ്ക്കല്ല, ഭഗവാൻ കൃഷ്ണൻ ബാക്കി കുറെ മുനിമാരുണ്ട്, അടുത്ത ശ്ലോകത്തിൽ വരുന്നുണ്ട് അത്. അപ്പോൾ ഇവരെ സ്വാന്തനപ്പെടുത്തുക പറഞ്ഞാൽ നമ്മൾ ബ്ലണ്ടായിട്ട് ഒന്നും പറയാൻ പാടില്ല, വളരെ ടാക്ട്ഫുള്ളി വളരെ നന്നായിട്ട് നമ്മൾ അത് അവതരിപ്പിക്കണം. അവരെ ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ അപ്പോഴത്തെ കടമ. സംഗതി ഈ ഭൗതിക ലോകത്ത് ഇതെല്ലാം സംഭവിക്കാന്നാണ് എല്ലാവർക്കും അറിയാം, പക്ഷെ ആ സമയത്ത് അതൊന്നും നമ്മുടെ തലയിൽ കയറില്ല. അപ്പൊ അതിന്റെ വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ടെക്സ്റ്റ് 4. സാന്തവ്യം ആസമുനിഭിർ ഹതബന്ധൂൻ സുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയന്ന പ്രതിക്രിയാം. സാന്തവ്യാം ആസമുനിഭിർ ഹതബന്ധൂൻ സുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയന്ന പ്രതിക്രിയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 4. സ്വാന്തയാമാസ മുനിഭിർ ഹതബന്ധൂൻ ശുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയന്ന പ്രതിക്രിയാം. ഭാവാർത്ഥങ്ങൾ ശിലപ്രഭാത്. സർവശക്തന്റെ കർശന നിയമത്തെയും ജീവാത്മാക്കളിൽ അവയുടെ പ്രത്യാഘാതങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനും മുനിമാരും വിക്ഷുബ്ധരും ദുഃഖബാധിതരുമായവരെ സാന്ത്വനിപ്പിക്കാൻ ആരംഭിച്ചു. ഹരേ കൃഷ്ണ. Citing the stringent laws of the Almighty and their reactions upon living beings, Lord Sri Krishna and the Munis began to pacify those who were shocked and affected. അപ്പോൾ പ്രകൃതിയുടെ ആ കർശനമായിട്ടുള്ള നിയമത്തിന് വിധേയരായിട്ട് നമ്മളെല്ലാവരും, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ആ കർമ്മഫലം എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതിനെ തടുക്കാൻ ഒരാൾക്കും പറ്റില്ല. ഭഗവാൻ ആ യമനിയമങ്ങളും അതിൻ്റെ എല്ലാ കർമ്മഫലങ്ങളും ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജിയാണ് ഇതെല്ലാം നോക്കുന്നത്. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയില് അർജുനോട് പറയുന്നുണ്ട്, മയാധ്യക്ഷേണ പ്രകൃതി സൂയതേസ ചരാചരം ഹേതു നാനേന കൗന്തേയ ജഗത് വിപരിവർ. മയാധ്യക്ഷേണ പ്രകൃതി എൻ്റെ അധ്യക്ഷതയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കർശനമായിട്ടുള്ള യമനിയമങ്ങളെല്ലാം, ഈ പ്രകൃതി നിയമങ്ങളെല്ലാം ഭഗവാന്റെ അധ്യക്ഷതയിലാണ്, ഭഗവാന്റെ കൺട്രോളിലാണ്, നിയന്ത്രണത്തിലാണ്. ഇത് ആർക്കും തടയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഭഗവാനും ഇവിടെ ഉണ്ട്, ഭഗവാൻ എല്ലാവരുടെ കൂടെ ഉണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് പറയാം, ഭഗവാൻ എല്ലാവരുടെ കൂടി ഉണ്ടായിരുന്നല്ലോ, ഭഗവാൻ വേണമെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നില്ലേ? ഭഗവാൻ അതിൽ ഇടപെടില്ല. കാരണം വെച്ചാൽ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവർ തന്നെ അനുഭവിച്ച് തീരണം. ഭഗവാൻ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുറ്റകൃത്യം ചെയ്തു ജഡ്ജിന്റെ മകൻ. ആ ജഡ്ജിന്റെ മകനെ കോർട്ടിൽ ഹാജരാക്കിയിരിക്കുകയാണ്. സ്വന്തം മകനാണ് അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ആ ജഡ്ജിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിയമങ്ങൾ മാറ്റാൻ പറ്റുമോ തന്റെ മകന് വേണ്ടിയിട്ട്? മാറ്റാൻ പറ്റില്ല. അപ്പൊ അതേപോലെ തന്നെ ഭഗവാനാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ കൂടിയും ഭഗവാൻ ആ കർമ്മത്തിൽ ഇടപെടില്ല. അത് തൻ്റെ എങ്ങനെയാണോ നിയമം ഉണ്ടാക്കിയിട്ട് അതിന് വിട്ടുകൊടുക്കും. ഭഗവാൻ അതിലൊന്നും കടകരുത്. പക്ഷേ നേരെ മറിച്ച് പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭഗവാൻ ഡയറക്റ്റ് ഡീൽ ചെയ്തോളും. കാരണം ഭഗവാനെ സമർപ്പണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനാണ് അവരെ നിയന്ത്രിക്കുക. അത് ഭഗവാന്റെ യോഗമായ ശക്തിയാണ്, മഹാമായ ശക്തിയല്ല. ഇപ്പൊ സാധാരണ എല്ലാവരും ഭഗവാന്റെ മഹാമായ ശക്തിയിൽ, എക്സ്റ്റേണൽ എനർജിയിലാണ് എല്ലാം വർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും കർമ്മഫലം എന്തായാലും നമുക്ക് അത് അനുഭവിച്ചേ പറ്റൂ. നമ്മൾ പൂർണ്ണമായും ഭഗവാന് സമർപ്പണം ചെയ്ത ഭഗവാന്റെ പ്രീതിക്കനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട, ഭഗവാൻ അത് കൈകാര്യം ചെയ്തോളും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, citing the stringent laws of the Almighty and their reactions upon the living beings. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഓരോ കർമ്മഫലവും
Lord Sri Krishna and the Munis began to pacify those who were shocked and affected. അപ്പോൾ കൃഷ്ണ ഭഗവാൻ മാത്രമല്ല, മറ്റ് മുനിവര്യന്മാരും ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതിന്റെ ഇത് ബാധകമായിട്ടുള്ള എല്ലാവരെയും പാസിഫൈ ചെയ്യാൻ തുടങ്ങി, സാന്ത്വനപ്പെടുത്താൻ തുടങ്ങി എന്നാണ് പറയുന്നത്. The stringent laws of nature under the order of the Supreme Personality of Godhead cannot be altered by any living entity. ഒരാൾക്കും ഈ പ്രകൃതി നിയമത്തെ മാറ്റാൻ പറ്റില്ല, ഒരാൾക്കും മാറ്റാൻ പറ്റില്ല. ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാനാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, അത് മാൻമെയ്ഡ് അല്ല. ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുന്ന ആ നിയമം ഒരാൾക്കും മാറ്റാൻ പറ്റില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. The living entities are eternally under the subjugation of the Almighty Lord. നമ്മൾ ആരും സ്വതന്ത്രരല്ല, നമ്മളെല്ലാം ഭഗവാന്റെ ആ നിയമത്തിന്റെ അധീനത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് സ്വതന്ത്രതയുണ്ട്, കുറച്ച് വളരെ മൈന്യൂട്ടായിട്ട്. ആ മൈന്യൂട്ട് സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ കർമ്മങ്ങൾ ചെയ്യാം. പക്ഷെ ആ കർമ്മത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ എന്താണോ കർമ്മം ചെയ്യുന്നത്, അത് സത്കർമ്മമായാലും ശരി ദുഷ്കർമ്മമായാലും ശരി, അതിനനുസരിച്ചുള്ള കർമ്മഫലം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതൊന്നും നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. അപ്പം പൂർണ്ണമായിട്ടും സ്വതന്ത്രനാണ് ഭഗവാൻ മാത്രം. നമുക്കും ഭഗവാന്റെ ആ കുറച്ച് ഒരു ലെസർ ഡിഗ്രിയിൽ ഭഗവാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ പൂർണ്ണ സ്വതന്ത്രരല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. The Lord makes all the laws and orders, and these laws and orders are generally called dharma or religion. അപ്പോൾ ധർമ്മ അല്ലെങ്കിൽ റിലിജൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ തരുന്ന ലോസ് ആൻഡ് ഓർഡേഴ്സ് ആണ്, നിയമങ്ങളാണ്. No one can create any religious formula. Bona fide religion is to abide by the orders of the Lord. മനുഷ്യർക്ക് ഒരു നിയമങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല. പ്രകൃതി നിയമം എല്ലാം ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അത് നമ്മൾ ബാധ്യസ്ഥരാണ് ഈ നിയമങ്ങളെല്ലാം പാലിക്കേണ്ടത്. അത് നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് പാലിച്ചാൽ നല്ലൊരു, ഫോർ എക്സാമ്പിൾ ഈവൻ ദ സിവിൽ ലോസ്, ഓക്കെ, നമ്മളുടെ രാജ്യത്തുള്ള സിവിൽ ലോസ്, അത് നമ്മൾ പാലിച്ചാൽ നമുക്ക് നല്ലൊരു സിറ്റിസണായിട്ട്, നമുക്ക് സ്വതന്ത്രനായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അത് പാലിച്ചില്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കും, നമ്മളെ ശിക്ഷിച്ച് ജയിലിലടയ്ക്കും. അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ഭഗവാന്റെ പ്രകൃതി നിയമങ്ങൾ നാം പാലിച്ചാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും വരില്ല. ആ പ്രകൃതി നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമുക്ക് പ്രകൃതി തന്നെ നമ്മളെ ശിക്ഷിക്കും. അതാണ് ഇവിടെ പറയുന്നത്. എവറി വൺ ഷുഡ് ഫോളോ ഹിം ഓൺലി ഓർ ഹിസ് ഓർഡേഴ്സ് ആൻഡ് ദാറ്റ് വിൽ മേക്ക് ഓൾ ഹാപ്പി ബോത്ത് മെറ്റീരിയലി ആൻഡ് സ്പിരിച്വലി. അപ്പോൾ ഭൗതിക തലത്തിലും ആധ്യാത്മിക തലത്തിലും നമ്മൾ നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് ശാന്തി, സമാധാനം, സന്തോഷം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് ഉണ്ടായിരിക്കില്ല. ആസ് ലോങ് ആസ് വി ആർ ഇൻ ദ മെറ്റീരിയൽ വേൾഡ്, ഓർ our duty is to follow the orders of the Lord, and if by grace of the Lord we are liberated from the clutches of the material world, then in our liberated stage also we can render trans and loving service unto the Lord. അപ്പോൾ നമ്മൾ ഈ പ്രകൃതി നിയമങ്ങളെല്ലാം ഫോളോ ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ ആ ഭക്തി സേവനത്തിൽ ഏർപ്പെട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അതാണ് we can render trans and loving service unto the Lord. അപ്പോൾ നമ്മൾ ഈ നിയമങ്ങളെല്ലാം പാലിച്ച് നല്ല സിറ്റിസൺസ് ആയിട്ട്, നല്ല പൗരന്മാരായിട്ട് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ, നല്ല ഭക്തന്മാരായിട്ട് ജീവിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഗോള്? നമ്മളുടെ ലക്ഷ്യം എന്താണ്? എന്താണ് നമ്മുടെ ലക്ഷ്യം? ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോവുക. ഭഗവാന്റെ ധാമത്തിൽ തിരിച്ചു പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഭക്തിയുത സേവനം ചെയ്യും. ഭക്തിയാണ് നമ്മുടെ ഗോള്. ഓക്കെ, അത് എവിടെ, ഭഗവാന്റെ ധാമിലായാലും ശരി, എവിടെയായാലും നമ്മൾ ഭക്തി ചെയ്യുക. അതാണ് ദാറ്റ്സ് ഗോൾ. നമ്മുടെ ലക്ഷ്യം അതാണ്, അല്ലെ? പക്ഷേ മറ്റു ചില ഫിലോസഫീസ് പറയുന്നത് മുക്തിയാണ് അവരുടെ ഗോള്. അപ്പൊ ഭക്തിയും മുക്തിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഭക്തി ഇവിടുന്ന് ചെയ്യാം, അവിടുന്ന് ചെയ്യാം. മുക്തി എന്ന് പറയുന്നത് ലിബറേഷൻ ആണ്. അത് ബ്രഹ്മജ്യോതി വരയ്ക്ക് മാത്രമാണ് നമ്മൾക്ക് എത്താൻ സാധിക്കുള്ളൂ. ഭക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഡിവോഷണൽ സർവീസ് ചെയ്യുക എന്നുള്ളത്, അതാണ് വ്യത്യാസം. അപ്പൊ അതൊരു തിരിച്ചു വരും. നമ്മള് മുക്തിയിൽ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്.
പക്ഷെ ഭക്തി ഈ ഒരു സേവനത്തിലൂടെ ഭഗവത്ധാമത്തിൽ എത്തുന്ന ഒരാൾ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഹരിബോൾ. അപ്പോ മുക്തി എന്ന് പറഞ്ഞാൽ ശാന്തി സമാധാനം, അവിടെ തൻ്റെ വ്യക്തിത്വത്തിനെ നമ്മള് ഇല്ലാതാക്കിയാണ്. നമ്മൾ ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്ന ഒരു അവസ്ഥയാണ് മുക്തി. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം മുക്തിയല്ല, ഭക്തിയാണ്. അതായത് നമ്മൾ ഭഗവാന്റെ ധാമലായാലും ശരി, എവിടെയായാലും ശരി, ഭഗവാനെ ഭക്തിയുത സേവനം ചെയ്യുക എന്നുള്ളതാണ് ഭക്തി. അപ്പൊ നമ്മൾ ഭക്തി ചെയ്യുന്നു ഭക്തിക്ക് വേണ്ടി, ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ മീൻസും ഗോളും ഒന്നാണ്. അപ്പൊ അവര് ഭക്തി ചെയ്യുന്നു മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്. മറ്റുള്ള ഫിലോസഫി, ഓക്കെ, മായാവത ഫിലോസഫി അല്ലെങ്കിൽ മറ്റുള്ള ചില ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അവർ ഭക്തി മാർഗം സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മുക്തിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഭക്തി ഫോളോ ചെയ്യുന്നത് ഭക്തിക്ക് വേണ്ടിയിട്ടാണ്, ഭഗവാനെ നിത്യേന സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലേ പറയുന്നത് ചൈതന്യ മഹാപ്രഭു? എന്താണ്? ജീവേര സ്വരൂപോഹേ കൃഷ്ണേര നിത്യദാസ്. കൃഷ്ണന്റെ നിത്യദാസനായിട്ട് നമ്മൾ ഭക്തിയുത സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ഗോള്. അപ്പൊ ഈ വ്യത്യാസമാണ് നമ്മളുടെ ഈ ചില ഫിലോസഫിയിൽ തമ്മിലുണ്ട്. നമ്മൾ ഭക്തി ചെയ്യുന്നു ഭക്തിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മളുടെ മീൻസും ആ വഴിയും ആ ലക്ഷ്യം ഒന്നാണ്. അതാണ് ദെൻ ഇൻ അവർ ലിബറേറ്റഡ് സ്റ്റേജ്, അതായത് ഈ ഭൗതിക ലോകത്ത് നിന്ന് നമ്മൾ ലിബറേഷൻ മുക്തി കിട്ടിയാൽ നമ്മൾ ആധ്യാത്മിക ലോകത്തിൽ പോയിട്ട് ഭഗവാന്റെ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട് വളരെ ആനന്ദമായിട്ട് നമ്മൾ അവരെ ജീവിക്കാനുള്ള അവസരം കിട്ടും. ലിബറേറ്റഡ് സ്റ്റേജ് also we can enter transcendental loving service unto the Lord. In our material stage we can see neither ourselves nor the Lord for want of spiritual vision. നമുക്ക് ഈ ഭൗതിക തലത്തില് ഭഗവാനെ നേർക്ക് നേർ കാണാൻ പറ്റില്ല. കാരണം നമ്മളുടെ മാംസചക്ഷുക്കളാണ്, ദിവ്യചക്ഷു നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഭഗവാനെ നേർക്ക് നേർ കാണാൻ പറ്റില്ല, ഫേസ് ടു ഫേസ് കാണാൻ പറ്റില്ല. അപ്പൊ സ്പിരിച്വൽ വിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഗുണങ്ങളിൽ നിന്ന് അതീതമായിട്ട് സ്ഥിതി ചെയ്യണം. ഈ 3 ഗുണങ്ങളിലും അതീതമായിട്ട് നമ്മൾ സ്ഥിതി ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സ്പിരിച്വൽ വിഷൻ കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് നമ്മളുടെ ശരീരം ഭൗതികമാണ്, ആത്മാവ് സച്ചിദാനന്ദമാണ്, അല്ലെ? അത് സ്പിരിറ്റാണ്. അപ്പോൾ രണ്ടും ഇൻകമ്പാറ്റബിൾ ഒരു സിറ്റുവേഷനാണ് നമുക്ക്. അപ്പൊ നമ്മൾ ഈ 3 ഗുണങ്ങളിൽ നിന്നും അതീതമായിട്ട് നമുക്കൊരു ട്രാൻസെൻഡന്റൽ ബോഡി, സ്പിരിച്വൽ ബോഡി കിട്ടുമ്പോൾ ശരീരവും ആത്മാവും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ അവിടെ എൻ്റെ ആത്മാവ് എന്നുള്ളതില്ല. ഇപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് എൻ്റെ കയ്യ്, എനിക്ക് എൻ്റെ തല, എൻ്റെ കാല്, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ് എന്ന് പറയുന്നു, അല്ലേ? കാരണം ഞാനും ആത്മാവും തമ്മിൽ അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. പക്ഷേ സ്പിരിച്വലി ലിബറേറ്റഡ് ആവുമ്പോൾ, നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിൽ നിന്ന്, ഭൗതിക ലോകത്ത് നിന്ന് നമ്മൾ കയറുമ്പോൾ, ഗുണാതീതമായിട്ട് നമ്മൾ ആ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഞാനും ആത്മാവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാന്റെ ആ സച്ചിദാനന്ദമായിട്ടുള്ള ആ ഒരു സ്വരൂപം നമുക്കും കിട്ടും. അപ്പൊ അവിടെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, വ്യത്യാസം ഇല്ല. ഭഗവാന് വ്യത്യാസമുണ്ടോ? ഭഗവാന്റെ ശരീരം, ഭഗവാന്റെ ആത്മാവും അങ്ങനെ വ്യത്യാസമില്ല. എല്ലാം ഭഗവാന്റെ നമ്മൾ പറയുന്നില്ലേ, ഭഗവാന്റെ ഓരോ ഓർഗൻസും, ഓരോ അവയവങ്ങളും മറ്റുള്ള അവയവങ്ങളുടെ കാര്യങ്ങൾ ചെയ്യും, അല്ലേ? ബ്രഹ്മസംഹിതയിൽ ആ ശ്ലോകമുണ്ട്. എന്താണത്? അംഗാനി യസ്യ സകലേന്ദ്രിയ വൃത്തി മന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി. അത് അംഗാനി യസ്യ സകല ഇന്ദ്രിയ, എല്ലാ ഇന്ദ്രിയങ്ങളും മറ്റു ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഭഗവാൻ സൃഷ്ടി തന്നെ ബൈ ഗ്ലാൻസ് ആണ്. ഭഗവാന്റെ ദൃഷ്ടി അതായത് പ്രധാനിൽ പതിയുമ്പോൾ മഹത്തത്വം ഉത്തേജിക്കപ്പെടുന്നു, സമയം, ജീവാത്മാക്കളെല്ലാം അതിൽ നിക്ഷേപിക്കപ്പെടുന്നു, അങ്ങനെ സൃഷ്ടി ഉണ്ടാക്കുന്നു, അല്ലേ? അത് ദൃഷ്ടി കൊണ്ടാണ് അവിടെ സൃഷ്ടി. നമുക്ക് അങ്ങനെ ദൃഷ്ടി കൊണ്ട് സൃഷ്ടി ഉണ്ടാക്കാൻ പറ്റും? ഇല്ല. നമ്മൾ സ്ത്രീ പുരുഷന്മാർ യുണൈറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ ആ സൃഷ്ടി സംഭവിക്കുന്നുള്ളൂ, കുട്ടികൾ ഉണ്ടാവുന്നുള്ളൂ. ഭഗവാനതല്ല. ഭഗവാന്റെ ഓരോ ഇന്ദ്രിയങ്ങളും കൊണ്ടും മറ്റു ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇന്റർ ചെയ്യാൻ പറ്റും. ഭഗവാൻ നോക്കിയിട്ട് പ്രസാദം ഓണർ ചെയ്യുന്നു, പ്രസാദം കഴിക്കും, അതായത് ഭോഗം കഴിക്കുന്നു, എന്നിട്ട് അത് പ്രസാദമായിട്ട് നമുക്ക് തരുന്നു, അല്ലേ? ഭഗവാൻ ഒരു സ്ഥലത്തിരുന്നിട്ട് എത്രയോ ദൂരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് ഭഗവാൻ കാല് ഉപയോഗിച്ചൊരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭഗവാനും ഭഗവാന്റെ ശരീരവും ഭഗവാന്റെ മറ്റുള്ള ആട്രിബ്യൂട്ട്സും ഒന്നും വ്യത്യാസമല്ല. ഈസ് പൂർണ്ണം.
നമ്മൾ ഭൗതിക ലോകത്തിൽ വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന വ്യക്തിയാണ്, അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പിരിച്വൽ വിഷൻ നമുക്ക് ഇവിടെ ഇല്ല. സഞ്ജയന് ആ സ്പിരിച്വൽ വിഷൻ കൊടുത്തത് വ്യാസദേവനാണ്. ഹസ്തിനപുരത്തിൽ നിന്ന് കുരുക്ഷേത്ര യുദ്ധം മുഴുവന് സഞ്ജയന് കാണാൻ പറ്റി. ആക്ച്വലി അത് ധൃതരാഷ്ട്രം കൊടുത്താണ്. പക്ഷെ ധൃതരാഷ്ട്രം പറഞ്ഞു എനിക്ക് വേണ്ട, സഞ്ജയന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതേപോലെ അർജുനന് ആ സ്പിരിച്വൽ വിഷൻ, വിരാട് രൂപം കാണാനുള്ള ആ ശക്തി കൊടുത്തത് ഭഗവാൻ കൃഷ്ണനാണ്. ഭൗതിക തലത്തിൽ ഇരുന്നിട്ട് ആ വിഷൻ നമുക്ക് കിട്ടില്ല. അപ്പൊ അത് അവാർഡ് ചെയ്യണം. അങ്ങനത്തെ ഒരു സ്പിരിച്വൽ വിഷൻ ഭഗവാൻ തന്നാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാർ നമുക്ക് അത് അവാർഡ് ചെയ്യാൻ പറ്റും. അവർ തന്നാലേ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ വരുന്നത്. We can see neither ourselves nor the Lord for want of spiritual vision. But when we are liberated from material affection and are situated in our original spiritual form, we can see both ourselves and the Lord face to face. അപ്പൊ നമ്മളുടെ ഒറിജിനൽ സ്വരൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെയും കാണാൻ പറ്റും, ഭഗവാനെയും നേർക്കുനേർ കാണാൻ പറ്റും. Mukti means to be reinstated in one's original spiritual status after giving up the material conception of life. ഇവിടെ മുക്തി എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഫിലോസഫി മുക്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഭൗതിക തലത്തിൽ നിന്നും വിട്ട് 3 ഗുണങ്ങളിലും അതീതമായി നമ്മൾ ആ ഒറിജിനൽ സ്റ്റാറ്റസിൽ നമ്മുടെ സ്വരൂപത്തിലേക്ക് എത്താന്നാണ്. അതാണ് വൈഷ്ണവ ഫിലോസഫിയിൽ മുക്തി എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ബ്രഹ്മജ്യോതിയിൽ ലയിക്കുന്ന അതല്ല വൈഷ്ണവ ഫിലോസഫിയിലെ മുക്തി. ആ മുക്തി അത് ആർക്കും, അത് ബൈ പ്രൊഡക്റ്റ് ആണ്. ഒരു ഭക്തന് മുക്തി ആൾറെഡി, ഒരു ഭക്തനായി കഴിഞ്ഞാൽ മുക്തി ആൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഭുക്തി, മുക്തി, ഭക്തി. ഏതാണ് ടോപ്പ്? ഭക്തി. ഭുക്തി എന്ന് പറഞ്ഞാൽ സെൻസ് എൻജോയ്മെന്റ്, നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഭുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്ത് നിന്ന് വിട്ട് ശാന്തി സമാധാനം കിട്ടുന്ന ആ ഒരു സ്റ്റേജ്, അത് ലിബറേറ്റഡ് സ്റ്റേജ്. ആ ലിബറേറ്റഡ് സ്റ്റേജിലാണ് പ്യുവർ ഭക്തി തുടങ്ങുന്നത്. ശുദ്ധമായിട്ടുള്ള ഭക്തി തുടങ്ങുന്നത് നമ്മളുടെ മുക്തി കിട്ടിയ ശേഷമാണ്. അതിനു മുമ്പ് നമ്മൾ എന്താണ്, തമോ ഗുണത്തിലെ, രജോ ഗുണത്തിലെ, സത്വ ഗുണത്തിലാണ് നമ്മൾ ഭക്തി ചെയ്യുന്നത്. അപ്പൊ ഈ 3 ഗുണത്തിനും അതീതമായിട്ടുള്ള ശുദ്ധ സാത്വിക് സ്റ്റേജ്, അതിലാണ് പ്യുവർ ഡിവോഷണൽ സർവീസ്. അപ്പോൾ ഭുക്തി ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നത്, മുക്തി ലിബറേഷൻ ഫ്രം ദിസ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ്, ആൻഡ് ഭക്തി ഈസ് ഡിവോഷണൽ സർവീസ് ടു സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഇതാണ്. So therefore human life is specifically meant for qualifying ourselves for the spiritual liberty. കണ്ടോ, പ്രഭാത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സ്പിരിച്വൽ ലിബർട്ടി, ആത്മീയ തലത്തിലുള്ള ആ ലിബർട്ടിയെ പറ്റിയാണ് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി under the influence of illusory material energy, we accept this spot life of only a few years as our permanent existence, and thus become illusioned by possessing so-called country, home, land, children, wife, community, wealth, etc., which are false representation created by Maya illusion. അപ്പൊ നിർഭാഗ്യവശാൽ നമ്മൾ എന്താണ്, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇല്യൂഷൻ, മായ അവനികളുടെ കീഴിൽ വന്ന്, മായയുടെ ക്ലച്ചസിൽ വന്ന് നമ്മൾ എന്താണ്, ഈ ലൈഫ്, ഈ പെർട്ടിക്കുലർ ലൈഫ്, ഈ ജീവിതം, അതായത് ഈ ജീവിതം എന്താ, മാക്സിമം 100 വർഷം, അതിൽ മീതുണ്ടാവില്ലല്ലോ. അതിനെ നമ്മൾ പെർമനന്റ് ആയിട്ട് നമ്മൾ കരുതുന്നു. താൽക്കാലികമായിട്ടുള്ള ഈ ലൈഫിനെ നമ്മൾ പെർമനന്റ് ആയിട്ട് കാണുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ മായയുടെ അധീനത്തിൽ പെട്ടിട്ട്. മായ എന്ന് പറഞ്ഞ എന്താണ്? ദാറ്റ് വിച്ച് ഈസ് നോട്ട്, അത് എന്തൊന്നും ഇല്ല അതിനെ ഉണ്ട് എന്ന് ധരിക്കുന്നതാണ് മായ. അപ്പോൾ ഇത് ശാശ്വതമല്ല, അതിന് ശാശ്വതമാണ് എന്ന് ധരിക്കുന്നതാണ് മായ. ദസ് ബിക്കം ഇല്യൂഷൻ ബൈ പൊസസിങ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഈ രാഷ്ട്രം, ഈ വീട്, ഈ ഭൂമി, കുട്ടികള്, ഭാര്യ, സമൂഹം, ധനം, ഇതെല്ലാം എൻ്റെ എന്ന് വിചാരിക്കുന്നത് മായ. എൻ്റെ ആണ് അല്ലേ? അതെ. പക്ഷേ അത് ടെമ്പററി ആണ്. എത്ര കാലം? 30 വർഷം, 50 വർഷം, 100 വർഷം, അതിലും ഇത് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് എൻ്റെ ഭൂമിയാണ്, എൻ്റെ കുട്ടികളാണ്, ഭാര്യയാണ്, സമൂഹമാണ്, എൻ്റെ ധനമാണ് എന്ന് എത്ര കാലം എനിക്ക് പറയാൻ പറ്റും? അപ്പോൾ അങ്ങനെ ഇത് ശാശ്വതമായിട്ട് എൻ്റേതാണെന്നുള്ള വിചാരമാണ് ഈ മായ. വിച്ച് ആർ ഫോൾസ് റെപ്രസെൻറ്റേഷൻ. ഇവരെല്ലാം ഫോൾസ് റെപ്രസെൻറ്റേഷൻ എന്നാണ്, ക്രിയേറ്റഡ് ബൈ മായ ഓർ ഇല്യൂഷൻ. ഇതെല്ലാം മായ ജാലമാണ്. ഓക്കെ, മായയുടെ ഇല്യൂഷനാണ്. എന്തൊന്നും ഇല്ലാത്തത്
ഉണ്ട് എന്ന് തോന്നിക്കുന്നതാണ് മായ. And under the dictation of Maya, we fight with one another to protect these false possessions. അപ്പോൾ ഈ മായയുടെ അധീനത്തിൽ വന്ന് നമ്മൾ ഇത് എൻ്റേതാണ്, ഇത് അവരുടെയാണ്, അങ്ങനെ നമ്മൾ തരംതിരിച്ച് അതിനു വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു ഈ പൊസഷൻസിന് വേണ്ടിയിട്ട്. By cultivating spiritual knowledge, we can realize that we have nothing to do with all these material paraphernalia. അപ്പോൾ നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ വളർന്നതോറും നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം ടെമ്പററി ആണ്, താൽക്കാലികമാണ്, ഇത് നമ്മളുടേതായിട്ടുള്ള ഒരിക്കലും ശാശ്വതമായിട്ട് ഇരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം അതിൻ്റെതായിട്ടുള്ള തലത്തിൽ നമ്മൾ കണ്ടും അറിഞ്ഞും പെരുമാറണം. ഓക്കെ, നമ്മൾ പറയുന്നില്ല അപ്പൊ ഇത് മായയാണ്, ഈ വീട് മായയാണ്, അല്ലെങ്കിൽ ഈ കുടുംബം എന്നെ മായയാണ്, എല്ലാം വിട്ടെറിഞ്ഞ് പോകണം എന്നല്ല പറയുന്നത്. ഇതിന്റെ ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുക. എന്താണ് സത്യാവസ്ഥ? ഇതും എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ല, എൻ്റെ വീട് എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ല, കുട്ടികൾ ഉണ്ടായിരിക്കില്ല, ഭാര്യ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിരിക്കില്ല, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കില്ല, എൻ്റെ ധനം എൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ല. ഇത് സത്യാവസ്ഥ. ഈ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കുക. ഇതാണ് വേണ്ടത്, ഇതാണ് ആത്മീയം. അല്ലാണ്ട് എപ്പോഴും എനിക്ക് ഇതെല്ലാം കൂട്ടിപ്പിടിച്ചിരിക്കാം, ജീവിക്കാൻ പറ്റും എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പൊ ഇത് നമ്മൾ തത്വത്തിൽ, അതായത് നമ്മള് തിയററ്റിക്കൽ മനസ്സിലാക്കണ്ടെങ്കിലും അത് പ്രാബല്യത്തിൽ നമ്മൾ കൊണ്ടുവരുന്നില്ല നമ്മൾ ജീവിക്കുമ്പോൾ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ പല സമയത്തും ഇങ്ങനെ ഭാഗവതം ക്ലാസ്സിലും മറ്റുള്ള ക്ലാസ്സിലൊക്കെ പോകും. ഓക്കെ, ഭാഗവതം ക്ലാസ് കേട്ടു, പക്ഷെ അതിൽ നിന്ന് എന്താണ് പഠിച്ചത്? നമ്മൾ കേട്ടു, പക്ഷെ അതിൽ നിന്ന് വല്ലതും പഠിച്ചോ? അത് നമ്മളുടെ ജീവിതത്തിൽ അത് എന്തെങ്കിലും ഉപയോഗപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അത് നമ്മൾ മനനം ചെയ്യുന്നില്ല. നമ്മൾ ശ്രവിക്കുന്നുള്ളൂ, കോണ്ടംപ്ലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ശ്രവിക്കുക, അതിനെ മനനം ചെയ്യുക, അതിലുള്ള തത്വങ്ങളെ നമ്മൾ അത് ഉൾക്കൊണ്ട് അതിനെ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുക. അപ്പോഴേ കാര്യമുള്ളൂ. ജസ്റ്റ് വെറുതെ സിംപ്ലി ബൈ ഹിയറിങ് നമുക്ക് അതിന് ഗുണമുണ്ടായിരിക്കും, ശ്രവണത്തിൽ ഗുണമുണ്ടായിരിക്കും. പക്ഷെ ശരിക്കും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് അതിന് ഗുണം വേണമെന്നുണ്ടെങ്കിൽ എന്താണോ കേൾക്കുന്നത് അതിൻ്റെ തത്വത്തിലെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്താൻ നോക്കണം. അപ്പോഴേ കാര്യമുള്ളൂ. അപ്പൊ പ്രഭാതാരം പറയുന്നത്, ഡോണ്ട് ജസ്റ്റ് റീഡ് മൈ ബുക്സ്, സ്ക്രൂട്ടിനൈസിംഗ്ലി സ്റ്റഡി മൈ ബുക്സ് എന്നാണ് പറയുന്നത്. സ്ക്രൂട്ടിനൈസിംഗ്ലി സ്റ്റഡി മൈ ബുക്സ്. അപ്പൊ അത് നമ്മൾ വായിച്ചാൽ മാത്രം പോരാ, അത് മനനം ചെയ്യണം, അത് ഉൾക്കൊള്ളണം, അതിനെ അസിമുലേറ്റ് ചെയ്ത് നമ്മളത് നമ്മളുടെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും അത് കൊണ്ടുവരണം. അതാണ് പറയുന്നത്. So by cultivating spiritual knowledge, we can realize that we have nothing to do with all this material paraphernalia. ഇതെല്ലാം വന്നും പോയും കൊണ്ടിരിക്കും. എന്ന് എൻ്റെതാണ്, നാളെ നിങ്ങളുടേതാണ്, മറ്റന്നാൾ വേറെ വല്ലവരുടെ ആയിരിക്കും. ഇത് വന്നും പോയും കൊണ്ടിരിക്കും. ഒരിക്കലും ശാശ്വതമായിട്ട് ഒരാളുടെ കയ്യിൽ ലക്ഷ്മിക്കുള്ള വേറൊരു പേരെന്താണ്? ചഞ്ചല, അല്ലേ? ചലിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് എൻ്റെ അടുത്താണ്, നാളെ നിങ്ങളുടെ അടുത്ത്, മറ്റന്നാൾ വേറെ വല്ലവരെയായിരിക്കും. ചലിച്ചുകൊണ്ടേയിരിക്കും, ഒരിക്കലും ശാശ്വതമായിട്ടിരിക്കില്ല. അതേപോലെ ഈ പാരഫെർനാലിയ, ഈ കാണുന്നതെല്ലാം, വീടും മക്കളും സ്വത്തും, ഇതെല്ലാം ചലിച്ചുകൊണ്ടേയിരിക്കും, ഒരു സ്ഥലത്ത് നിൽക്കില്ല. ദെൻ അറ്റ് വൺസ് വി ബിക്കം ഫ്രീ ഫ്രം മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഈ ഭൗതിക തലത്തിലുള്ള ആസക്തിയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. This clearance of the misgivings of material existence at once takes place by association with the Lord's devotees, who are able to inject the transcendental sound into the depths of the bewildered heart and thus make one practically liberated from all lamentation and illusion. അപ്പോൾ ഇത് എങ്ങനെ സാധിക്കും? നമ്മളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് സാധിക്കില്ല. ഇതിന് നമുക്ക് അസോസിയേഷൻ വേണം. ഭക്തന്മാരുടെ ആ സംഘം വേണം. ഭക്തന്മാരുടെ സംഘത്തിൽ മാത്രമേ ഇത് നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. നമ്മൾ ആരോടായിട്ടാണോ സംഘം ചേരുന്നത് അതനുസരിച്ച് നമുക്ക് ആ അറിവും അതനുസരിച്ച് നമുക്ക് ജീവിക്കാനും പറ്റും. അപ്പൊ ഭക്തന്മാരുടെ സംഘം ചേർന്നാൽ മാത്രമേ ഈ ഇല്യൂഷൻ, ഈ മായാലോകത്ത് നിന്ന് നമുക്ക് കരകയറാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് മാത്രമേ നമുക്ക് ഈ നോളേജും ഇൻജക്ട് ചെയ്യാൻ പറ്റൂ. This is a summary of the pacifying measures for those affected by the reaction of the stringent material.
പ്രകൃതി നിയമം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിഞ്ചന്റ്, വളരെ കർശനമായതാണ്. അതിനെ വെല്ലുവിളിക്കാനോ അതിനെ മറികടക്കാനോ ഒരാൾക്കും പറ്റില്ല. ആർക്കെങ്കിലും പറ്റുമോ? ഒരാൾക്കും പറ്റില്ല. പ്രകൃതിക്ക് വിരോധമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പ്രകൃതിയെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പല വിധത്തിൽ നമ്മൾ പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതിനെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ആ പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത്? ഏത് തരത്തിലാണ് നമ്മൾ അനുഭവിക്കുക പ്രകൃതി എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ? പ്രകൃതിക്ഷോഭങ്ങള്, അസുഖങ്ങള്, പാൻഡമിക്. യെസ്, പാൻഡമിക്, പ്രകൃതിക്ഷോഭങ്ങള്, നാച്ചുറൽ കലാമിറ്റീസ്, ഇതെല്ലാം നമ്മൾ പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രിഞ്ചന്റ് മെറ്റീരിയൽ ലോസിനെ ഒരാൾക്കും മറികടക്കാൻ പറ്റില്ല. അത് ഭഗവാന്റെ തന്നെയാണ് ഈ നിയമങ്ങൾ. എക്സിബിറ്റഡ് ഇൻ ദ ഫോംസ് ഓഫ് ബർത്ത്, ഡെത്ത്, ഓൾഡ് ഏജ് ആൻഡ് ഡിസീസ്. അപ്പോൾ ജന്മ, മൃത്യു, ജരാവ്യാധിയിൽ കൂടെ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഈ പ്രകൃതി നിയമങ്ങളിൽ അനുസരിച്ച് ഭഗവാനെ തൃപ്തിപ്പെടുത്തി പ്രീതിപ്പെടുത്തി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ജനനം ഉണ്ടാവില്ല. വീണ്ടും ഒരു അമ്മയുടെ ഉദരത്തിൽ നമുക്ക് ജനിക്കേണ്ടി വരില്ല. ആ ജനനം തന്നെ എത്ര ക്ലേശഭരിതമായിട്ടുള്ള ജനനമാണ് നമുക്കറിയാം, അല്ലെ? 3-ാമത്തെ സ്കന്ധത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിലുള്ള ആ കുഞ്ഞിന്റെ ആ ഒരു ക്ലേശങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കപില മുനി ദേഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇതിലുണ്ട്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബർത്തും വളരെ ക്ലേശം നിറഞ്ഞാണ്. ഡെത്ത് പറയും വേണ്ട. മരിക്കുക എന്ന് പറയുന്ന നമ്മൾക്ക് മരിച്ചു പോയാൽ മതി എന്ന് പല ആൾക്കാരും പറയും. എനിക്ക് ജീവിതം വേണ്ട, ഒരുപാട് ക്ലേശങ്ങൾ, ഒരുപാട് ദുഃഖങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ആ മരണം നമ്മൾ വരുമ്പോൾ അതിലുള്ള ആ ഒരു കഷ്ടപ്പാട് നമുക്ക് ഓർക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ശുദ്ധ ഭക്തന് മാത്രമേ മരണത്തിനെ നേരിടാൻ പറ്റൂ ജോയ്ഫുള്ളി. ബാക്കി എല്ലാവരും പറയും മരണം വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ മരണം നമ്മളിപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ, ഇപ്പോൾ പരീക്ഷിത് മഹാരാജ് 7 ദിവസം നോട്ടീസ് കിട്ടി മരിക്കാൻ പറ്റും. അദ്ദേഹം വളരെ കറേജിയസ്ലി അതിനെ നേരിട്ടു. പക്ഷെ നമ്മളോട് പറയാണ്, അപ്പോൾ നാളെ ഒരാൾ വന്ന് പറയാണ്, ഓക്കെ, ഭഗവാൻ തന്നെ വന്ന് പറയാണ്, നിങ്ങൾക്ക് 2 ദിവസമേ ഉള്ളൂ, നിങ്ങൾ മരിക്കാൻ പോവാന്ന് പറഞ്ഞ അപ്പൊ നമുക്കറിയാം നമ്മളുടെ ആ ഒരു സ്ഥിതി എന്താണെന്ന്. അപ്പോൾ ഡെത്ത് ഈസ് ആൾസോ. പിന്നെ ഓൾഡ് ഏജ്, ആർക്ക് വേണം ഓൾഡ് ഏജ്? അസുഖം, ഒരുപാട് അസുഖം. ഓക്കെ, നമ്മളുടെ കൈയും കാലും പ്രവർത്തിക്കില്ല, കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, ബുദ്ധി, ഓർമ്മശക്തി ഇല്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ ആലോചിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, പിന്നെ ഡിസീസ്, ഒരുപാട് അസുഖങ്ങൾ. ഓക്കെ, ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ഒരു 50 വർഷം മുമ്പ് വളരെ കുറച്ച് അസുഖത്തിന്റെ പേര് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എത്രയോ തരത്തിലുള്ള അസുഖങ്ങളാണ്, ഒരുപാട് അസുഖങ്ങൾ, അല്ലെ? അപ്പൊ അതൊന്നും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇങ്ങനെ നമ്മൾ ഈ സ്ട്രിഞ്ചന്റ് മെറ്റീരിയൽ ലോസിനെ മറികടക്കാൻ ശ്രമിച്ചാൽ, പ്രകൃതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ജന്മം, മൃത്യു, ജരാവ്യാധി ഈ ചക്രത്തിലൂടെ കടന്നു പോകേണ്ടി വരും. So the victims of war, namely the family members of the Kurus, were lamenting the problems of death, and the Lord pacified them on the basis of knowledge. അപ്പോൾ ഈ വിക്ടിംസ് ഓഫ് വാർ, ഈ യുദ്ധത്തില് ആകപ്പെട്ട് അവരുടെ, അതായത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ കാര്യം, മരിച്ച ആൾക്കാർ പോയി. ഏറ്റവും ദുഃഖം അനുഭവിക്കുന്നത് മരിച്ച ആൾക്കാരല്ല, അവരുടെ ഡിപ്പെൻഡൻസ് ആണ്. അതായത് ആരാണോ ഇവിടെ ജീവിച്ചിരിക്കുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ദുഃഖം. ഫാമിലി മെമ്പേഴ്സ്, കുരുവംശത്തിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും, കുടുംബാംഗങ്ങൾക്കും അവര് വിലപിക്കുകയാണ്. അവരുടെ ബന്ധുക്കളെല്ലാം മരിച്ചുപോയി. അപ്പൊ അവരെ എല്ലാവരും ലോർഡ് ഭഗവാൻ പാസിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. എന്തിന്? ഓൺ ദ ബേസിസ് ഓഫ് നോളേജ്. ഓക്കെ, അതായത് ഈ പ്രകൃതി നിയമത്തിന്റെ ബേസിസിലും ഭഗവാൻ അവരെ എൻലൈറ്റൻ ചെയ്യാണ്. അപ്പൊ ഇത് നമുക്ക് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നാണ് പറയുന്നത്. പ്രകൃതി നിയമത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇവിടെ തരുന്നത്. ടെക്സ്റ്റ് 5 ഈ ശ്ലോകം കൂടി നമുക്ക് എടുക്കാം.
സാധയിത്വാ ജാതശത്രു സ്വം രാജ്യം കിടവൈർഹിതം ഘാതയിത്സ്വാസതോ രാജ്ഞ കചസ്പർശ ശതായുഷഃ. സാധയിത്വാ ജാതശത്രു സ്വം രാജ്യം കിതവേർഹൃതം ഘാതയിത്വാ സതോ രാജ്ഞ കചസ്പർശ ശതായുഷഃ. ഹരേ ഹരേ കൃഷ്ണ. നിങ്ങൾ മായ്ക്കോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സാധയിത്വാ ജാതശത്രു സ്വം രാജ്യം കിതവൈർഹൃതം ഘാതയിത്വാ സതോ രാജ്ഞ കജസ്പർശക്ഷതായുഷഃ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. അജാത ശത്രുവായ യുധിഷ്ഠിരന്റെ രാജ്യം കൗശലക്കാരായ ദുര്യോധനനും കൂട്ടരും തന്ത്രപരമായി അപഹരിച്ചു. ഭഗവത് അനുഗ്രഹത്താൽ രാജ്യം വീണ്ടെടുക്കപ്പെടുകയും ദുര്യോധന പക്ഷത്ത് ചേർന്ന തത്വദീക്ഷയില്ലാത്ത രാജാക്കന്മാർ ഭഗവാനാൽ വധിക്കപ്പെടുകയും ചെയ്തു. രാജ്ഞി ദ്രൗപദിയുടെ തലമുടിക്കെട്ടിനെ പരുക്കമായി കൈകാര്യം ചെയ്യുകയാൽ മറ്റുള്ളവരുടെ ആയുസ് ന്യൂനീകരിക്കപ്പെടുകയും അവരും മരണപ്പെടുകയും ചെയ്തു. ഹരേ കൃഷ്ണ. The clever Duryodhana and his party cunningly usurped the kingdom of Yudhishthira, who had no enemy. By the grace of the Lord, the recovery was executed, and the unscrupulous kings who joined with Duryodhana were killed by him. Others also died, their duration of life having decreased for their rough handling of the hair of Queen Draupadi. അപ്പോൾ ദുര്യോധനൻ വളരെ കണ്ണിങ്ങിലി അതായത് പാണ്ഡവന്മാരുടെ രാജ്യം പിടിച്ചെടുത്തു. ഓക്കെ, പക്ഷെ ഭഗവാൻ കൃഷ്ണന്റെ ആ അനുഗ്രഹം കാരണം അതെല്ലാം തിരിച്ച് അവർക്ക് കിട്ടി. അവർ ജയിച്ചു, യുദ്ധത്തിൽ ജയിച്ചു, അവർക്ക് കിട്ടും. അപ്പൊ ദുര്യോധനന്റെ എല്ലാ കൂടെയുള്ള എല്ലാവരും കമ്പനി കംപ്ലീറ്റ് നശിച്ചു. അവരെല്ലാം വധിക്കപ്പെട്ടു. അവരുടെ ജീവിതം ദൈർഘ്യം എങ്ങനെ കുറഞ്ഞു? കാരണം ദ്രൗപദിയുടെ ആ മുടി പിടിച്ചിട്ടാണ് ആ സഭയില് ദുശാസനനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ ഒരു വസ്ത്രാക്ഷേപം കാരണം അവരുടെ ലൈഫ് സ്പാനും കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിനെ അജാതശത്രു എന്നാണ് പറയുന്നത്. എന്താണ് അജാതശത്രു എന്ന് പറഞ്ഞാൽ? വൺ ഹു ഹാസ് നോ എനിമി. യുധിഷ്ഠിര മഹാരാജാവിന് ഒരു ശത്രുക്കളും ഇല്ല. അദ്ദേഹം ഒരാളെയും തന്റെ ശത്രുവായിട്ട് കാണുന്നില്ല. മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ ശത്രുക്കളായിട്ട് കാണാം, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാന് ആരെയും ശത്രുക്കളായിട്ട് കാണുന്നില്ല. അപ്പൊ എനിക്ക് അജാതശത്രു എന്ന് പറയാം. അതേപോലെ യുധിഷ്ഠിര മഹാരാജാവിന് അജാതശത്രു എന്ന പേര് കാരണം യുധിഷ്ഠിര മഹാരാജാവിന് ഒരാളെയും ശത്രുക്കളായിട്ട് കാണുന്നില്ല. അതിന് ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, അവര് വനവാസത്തിൽ ആ സമയത്ത് എക്സൈലിലായിരുന്ന സമയത്ത് ദുര്യോധനൻ അവരുടെ ക്യാമ്പ് കാട്ടിൽ അവരുടെ ക്യാമ്പിന്റെ അടുത്ത് തന്നെ ചെന്നിട്ട് താമസം ഉറപ്പിച്ചു. വളരെ ഐശ്വര്യമായിട്ടുള്ള ഒരു ജീവിതം, ഓക്കെ, ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാൻ തുടങ്ങി. അവരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ അസൂയപ്പെടുത്താൻ വേണ്ടി. പക്ഷെ അവർക്ക് അസൂയ വരില്ല, കാരണം വെച്ചാൽ അവർ പാണ്ഡവന്മാർ, അങ്ങനത്തെ അവർ ഭക്തന്മാരാണ്. ഓക്കെ, അപ്പോ അങ്ങനെ ഇവരെ എങ്ങനെയെങ്കിലും അതായത് ഒരു അസൂയ വർത്തനം എന്നുള്ള ആ ഒരു വിചാരത്തിൽ അവിടെ വലിയ ആർഭാടത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഗന്ധർവന്മാരായിട്ട് ഒരു ശത്രുത, ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഗന്ധർവന്മാര് ഈ ദുര്യോധനെ പിടിച്ചു കെട്ടി, ഒരു രക്ഷയില്ല. യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു അർജുനനോട് പോയിട്ട് ദുര്യോധനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഭീമൻ പറഞ്ഞു ഇല്ല, പറ്റില്ല, അവർ ശത്രുവാണ്, ഇല്ല, അവര് നമ്മളുടെ ബ്രദറാണ്, ഓക്കെ, രക്ഷിക്കണം. നമ്മളും അവരും തമ്മിലുള്ള യുദ്ധത്തില് നമ്മൾ 5 പേരും അവര് 100 പേരാണ്. പക്ഷെ നമ്മളും വേറെ വല്ലൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇതിൽ നമ്മൾ 105 പേരും മറ്റുള്ളവര് വേറെയാണ്, വേറെ പാർട്ടിയാണ്. അപ്പൊ നമ്മള് ഈ സമയത്ത് ഗന്ധർവന്മാരാണ് ദുര്യോധനെ അവിടെ പിടിച്ചു കെട്ടിയിരിക്കുന്നത്. അപ്പൊ ദുര്യോധനം നമ്മളുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്, നമ്മൾ 105 പേരായിട്ടാണ് നമ്മൾ കാണേണ്ടത്, അവർ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോ യുധിഷ്ഠിര മഹാരാജന് ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ ദുര്യോധനെ പോയിട്ട് രക്ഷിക്കാൻ പറയൂ. അർജുനൻ എന്നിട്ട് ദുര്യോധനെ അവരെ പരാജയപ്പെടുത്തി, ആരെ? ഗന്ധർവന്മാരെ പരാജയപ്പെടുത്തിയിട്ട് ദുര്യോധനെ രക്ഷിക്കുകയാണ്. ആ സമയത്താണ് 2 വരം കൊടുക്കുന്നത്, അല്ലേ? ദുര്യോധനൻ
അർജുനന് വരം കൊടുക്കുന്നുണ്ട്. ആ വരം യുദ്ധത്തില് അത് ഉപയോഗിക്കുകയും ചെയ്തു. So in the glorious days or before the advent of the age of Kali, the Brahmanas, the cows, the women, the children and the old men were properly given protection. അപ്പോൾ എല്ലാവർക്കും നമ്മൾ സംരക്ഷണം കൊടുക്കണം. ആരൊക്കെ അതിൽ പ്രത്യേകിച്ചിട്ട് ആർക്കൊക്കെ സംരക്ഷണം കൊടുക്കണം എന്ന് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. ഇൻ ദ ഗ്ലോറിയസ് ഡേയ്സ്, അതായത് ഇവൻ ദ്വാപരയുഗത്തില്, അതായത് കലിയുഗം വരുന്നതിന് മുമ്പേ ശരിക്കും ഇത് നടത്തിക്കൊണ്ടിരുന്നു. ഇന്നത്തെ കാലം ആരും അതിന് വില കൽപ്പിക്കുന്നില്ല. ബ്രാഹ്മണാസ്, ദ കൗസ്, ദ വിമൻ, ദ ചിൽഡ്രൻ ആൻഡ് ദ ഓൾഡ് മെൻ were properly given protection. The protection of the Brahmanas maintains the instruction of Varna and Ashrama, the most scientific culture for attainment of spiritual life. അപ്പോൾ ബ്രാഹ്മണന്മാരെ എന്തുകൊണ്ട് സംരക്ഷിക്കണം? അപ്പൊ നമ്മളുടെ ഒരു ദേഹത്തിന്റെ സ്ട്രക്ചർ, തല എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ബാഹു കൈകൾ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയൻ, ബെല്ലി വയറെന്ന് പറഞ്ഞാൽ അത് വൈശ്യൻ, കാലെന്ന് പറഞ്ഞാൽ ശൂദ്രന്മാർ. തല ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും? കൈയും കാലും പോയാൽ നമുക്ക് ജീവിക്കാം, വീണ്ടും കുഴപ്പമില്ല അല്ലേ? അവിടെ ചെറിയ ചെവിയുടെ ഒരു കഷ്ണം പോയി, മൂക്കിന്റെ കഷ്ണം പോയി, കണ്ണ് പോയി, കണ്ട കാഴ്ച പോയി, ചെവിടെ കേൾവി ശക്തി പോയി, കൈയും കാലും ഒടിഞ്ഞു, എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ തലയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ ബ്രാഹ്മണന്മാർ മസ്റ്റാണ്. ബ്രാഹ്മണന്മാരാണ് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള അത് അവർക്കറിയാം. അതാണ് തല, ബ്രെയിൻ അവിടെയാണ്. അപ്പൊ അവർക്ക് അതിനുള്ള ജ്ഞാനമുണ്ട്, വിവരമുണ്ട്. അവരാണ് മറ്റുള്ള വർണ്ണങ്ങളെയും, അതായത് ക്ഷത്രിയന്മാരെയും വൈശ്യന്മാരെയും ശൂദ്രന്മാരെയും വേണ്ടുന്ന ജ്ഞാനം കൊടുത്ത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ ജീവിതത്തിൽ നല്ല വഴിക്ക് നയിക്കുന്ന ആൾക്കാർ അവരാണ്. അപ്പൊ അത് അവർ വേണം. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ തലയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ബ്രാഹ്മണന്മാരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. വേണ്ടുന്ന ജ്ഞാനം നമുക്ക് കിട്ടില്ല. പക്ഷെ ഇത് അന്നത്തെ കാലത്തുണ്ടായിരുന്നു, ദ്വാപരയുഗത്തിലുണ്ടായിരുന്നു. പക്ഷെ കലിയുഗം വന്നതോടുകൂടി ഇതെല്ലാം നശിച്ചു. ഇന്നത്തെ ബ്രാഹ്മണന്മാരും അധപതിച്ചു. കാരണം അവരും ശൂദ്രന്മാരായി, അവരും ജോലിയെടുക്കാറായി, അവരും പൈസയ്ക്ക് വേണ്ടി ആർത്തിയായി. അപ്പൊ അവരും ശരിക്ക് ഈ വർണ്ണാശ്രമ ധർമ്മം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അതൊക്കെ. അപ്പൊ ഇന്ന് ബ്രാഹ്മണന്മാരും ഇല്ല. പക്ഷെ ശരിക്ക് നമ്മൾ ശരിക്കുള്ള ബ്രാഹ്മണന്മാരെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണം, സംരക്ഷിക്കണം. ഇന്നുണ്ട് വളരെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും കൂടിയിട്ട് അവരെ സംരക്ഷിക്കേണ്ട കടമ ബാക്കിയുള്ള ആ വർണ്ണങ്ങളുടെ അതായത് ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരുടെ അവരുടെ ഇതാണ്, കടമയാണ് അവരെ കാത്തുരക്ഷിക്കുക എന്നുള്ളത്, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ രണ്ടാമത് പ്രൊട്ടക്ഷൻ ഓഫ് കൗസ്, പശു. ഓക്കെ, പശു എന്നുള്ള ആ മൃഗം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സേക്രഡ് ആണ് ആനിമൽ. അപ്പൊ അവരെ രക്ഷിക്കാം. കഴിച്ചാൽ പശുവിൽ നിന്ന് നമുക്ക് എല്ലാം കിട്ടുന്ന എല്ലാ പ്രോഡക്റ്റും നമുക്ക് വേണ്ടതാണ്. പാല് കിട്ടുന്നു, തൈര് കിട്ടുന്നു, നെയ്യ് കിട്ടുന്നു, അല്ലേ, വെണ്ണ കിട്ടുന്നു, ഇതെല്ലാം. അത് പിന്നെ ഈവൻ പശുവിന്റെ ചാണകം, മൂത്രം, ഇതെല്ലാം നമുക്ക് ഈവൻ മരുന്നിനും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ പശുവിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന്ന് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. വളരെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല, പശു വൺ ഓഫ് ദ 7 മദേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, 7 അമ്മമാരുടെ ഒരു അമ്മ എന്ന് പറയുന്നത് പശുവാണ്. കാരണം വെച്ചാൽ അമ്മയുടെ മുലപ്പാല് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് പശുവിന്റെ പാലാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. പശുവിനെ നമ്മൾ വളരെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. നമ്മളുടെ ബ്രെയിൻ ടിഷ്യൂസിന്റെ വളർച്ചയ്ക്കും ആ ഫൈൻ മെമ്മറിക്കും ആ പശുവിന്റെ പാല് വളരെ വളരെ ഉപകാരപ്രദമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് പശുവിനെ എല്ലാം സ്ലോട്ടർ ഹൗസിലേക്ക് കൊണ്ടുപോവാണ്. പശുക്കളെല്ലാം നമുക്ക് അഹിംസ മിൽക്ക് കിട്ടുന്നില്ല. കാരണം വളരെ ക്രൂരമായിട്ട് അവരെ ഉപദ്രവിച്ച് കൂടുതൽ പാല് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മെഷീനൊക്കെ വെച്ച് ആ പാല് പാലിന്റെ കൂടെ ബ്ലഡും കൂടി മരുന്നെന്ന് പറയുന്നു. അപ്പൊ അത്രയും നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട് നമ്മളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അവരെ ശരിക്കും നോക്കുന്നില്ല. അത് കഴിഞ്ഞാൽ അവരെ സ്ലോട്ടർ ഹൗസിലേക്ക് കൊണ്ടുപോകും. നമ്മള് ഗോശാല അല്ല ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മള് എന്താണ് ഉണ്ടാകുന്നത്? സ്ലോട്ടർ ഹൗസസ്, അതാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഗോശാല എന്ന് പറഞ്ഞാൽ എവിടെയാണോ പശുക്കളെ സംരക്ഷിക്കുന്നത് അത് ഗോശാല. ഇപ്പൊ നമ്മളത് അറവുശാലയാക്കി, സ്ലോട്ടർ ഹൗസസ് ആക്കി. അപ്പൊ അതുകൊണ്ട്
പശുവിനെ സംരക്ഷിക്കണം. ആ പശുക്കളെ സംരക്ഷിക്കാത്തത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇന്ന് ബുദ്ധിമുട്ടുന്നു. അതിൻ്റെ റിപ്പർക്കഷൻസ്, അതിൻ്റെ കർമ്മഫലം എല്ലാം നമ്മൾ ചെയ്യുന്നു, ഡയറക്ട്ലി ഇൻഡയറക്ട്ലി അല്ലേ. ആ പശുവിനെ, അതായത് നമ്മൾ അറിയാം, മാംസം കഴിക്കുന്ന ആൾക്കാർ എത്ര 6 തരത്തിലുള്ള ആൾക്കാർ ഇതിൻ്റെ പാപകർമ്മങ്ങൾ ഏൽക്കണം അല്ലേ. പശുവിനെ കൊല്ലുന്നവൻ, അതിൻ്റെ ഭക്ഷണം പാചകം ചെയ്യുന്നവൻ, ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവൻ, ഇത് കഴിക്കുന്നവൻ, ഇതെല്ലാവരും ഇതിൻ്റെ കർമ്മഫലം, ഇതിൻ്റെ പാപകർമ്മഫലം നമുക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ ഓഫ് കൗസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ കലിയുഗത്തിൽ നമ്മളെല്ലാവരും സഫർ ചെയ്യുന്നത്. അപ്പോൾ ദ്വാപരയുഗം വരെ ഇത് വളരെ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഇതെല്ലാം നശിച്ചു എന്നാണ്. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ മെയിൻറ്റെയിൻസ് ദ ചാസ്റ്റിറ്റി ഓഫ് സൊസൈറ്റി by which we can get a good generation for peace, tranquility and progress of life. സ്ത്രീകളെ രക്ഷിക്കണം. അതായത് പറഞ്ഞിരിക്കുന്ന നമ്മുടെ വേദങ്ങൾ പറഞ്ഞത് സ്ത്രീകളെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് അച്ഛനമ്മമാര് രക്ഷിക്കണം, കല്യാണം കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ രക്ഷിക്കണം, വയസ്സായി കഴിഞ്ഞാൽ കുട്ടികൾ രക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഏത് സമയത്തും സ്ത്രീകളെ രക്ഷിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താണ് വിമൻ ലിബറേഷൻ മൂവ്മെന്റ്, സമത്വം, ഈക്വാലിറ്റി, ഇതിൻ്റെ പേരിൽ എന്താണ് അവരെ അബ്യൂസ് ചെയ്യുന്നു, അവരെ അക്യൂസ് ചെയ്യുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ അവർ ചെന്ന് ചാടുന്നു ഈ ഈക്വാലിറ്റിയുടെ ഇതിൽ. കാരണം അവരുടെ സൈക്കോ ഫിസിക്കൽ നേച്ചർ പുരുഷന്മാരെ പോലെയല്ല. അവർക്ക് ഈക്വാലിറ്റി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തതല്ല, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. കാണിച്ചാൽ അത്രയും ഡെലിക്കേറ്റ് ആണ് അവരുടെ ആ ഒരു സൈക്കോ ഫിസിക്കൽ നേച്ചർ. അതുകൊണ്ട് നമ്മുടെ ഏത് സമയത്തും സ്ത്രീകളെ, അവർ കുട്ടികളായ സമയത്ത് അച്ഛനമ്മമാരും, മുതിർന്നു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരും, വയസ്സായി കഴിഞ്ഞാൽ അവരുടെ മക്കളും സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ അത് സൊസൈറ്റിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പൊ സംരക്ഷണമാണ് വേണ്ടത്, അവരെ എക്സ്പ്ലോയിറ്റ് അല്ല വേണ്ടത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് സംരക്ഷണത്തിന് പകരം എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു സ്ത്രീകളുടെ. 4. The protection of children gives the human form of life its best chance to prepare the way of liberty from material bondage. Such protection of children begins from the very day of begetting the child by the purificatory process of Garbhadana Samskara, the beginning of pure life. പിന്നെ കുട്ടികള് നിഷ്കളങ്കരാണ്, ഇന്നസെന്റ് ആണ്. അപ്പോൾ ആ കുട്ടികളെ കൺസീവ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ആ പ്രൊട്ടക്ഷൻ തുടരണം. കാരണം നല്ല കുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ, നല്ല സോൾ ജനിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗർഭധാന സംസ്കാരം ചെയ്യണം. അപ്പൊ അതിന് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്, അത് പ്രകാരം ഒരു സ്പിരിച്വൽ വേയിൽ നമ്മൾ ഗർഭധാന സംസ്കാരം ചെയ്തിട്ട് നമ്മൾ കൺസീവ് ആണെങ്കിൽ നല്ല സോള് വന്നിട്ട് ജനിക്കും, നല്ല ഡിവോട്ടീസ് വന്നിട്ട് ജനിക്കും നമുക്ക്. അപ്പോൾ അവന് ആ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം. സ്റ്റാർട്ടിങ് വിത്ത് ദ സംസ്കാര, ഗർഭധാന സംസ്കാര. ഓക്കെ, നല്ല ഒരു ലൈഫ് നല്ല കുട്ടികളെ കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇല്ലാത്ത ആ ഒരു യൂണിയനിൽ ഉണ്ടാകുന്ന കുട്ടികളെല്ലാം നല്ല ഡിവോട്ടീസ് ആവില്ല അല്ലേ. അതാണ് പറയുന്നത്. നല്ല കുട്ടികളെ കിട്ടണമെങ്കിൽ, നല്ല ഭക്തന്മാരായിട്ടുള്ള കുട്ടികളെ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ഈ സംസ്കാരങ്ങളെല്ലാം ചെയ്താൽ, ഭഗവാന്റെ നാമം സ്മരിച്ച് അങ്ങനെ ഒരു നല്ല ഭക്തിമാർഗത്തിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് നല്ല കുട്ടികളെ ലഭിക്കുള്ളൂ. 5. The protection of all men gives them a chance to prepare themselves for better life after death. അപ്പൊ അതുപോലെ വൃദ്ധരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് അടുത്ത ലൈഫ് നല്ല ജന്മം കിട്ടുള്ളൂ. അവരെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് അവരെല്ലാം വൃദ്ധസദനത്തിൽ പോകേണ്ടയാക്കും. അതായത് അവർക്ക് യാതൊരു ലവ് ആൻഡ് അഫെക്ഷനും കിട്ടില്ല. അവരുടെ ജീവിതം ആ ലാസ്റ്റ് പാഗൻഡ് ഓഫ് ലൈഫ് എന്താണ്, അവര് വളരെ ബുദ്ധിമുട്ടി, വളരെ ദുഃഖിച്ചിട്ട് അവർ ഈ ജീവൻ വെടിയുമ്പോൾ അവരുടെ നെക്സ്റ്റ് ലൈഫും വളരെ ദുഃഖഭരിതമായിട്ടുള്ള ലൈഫായിരിക്കും. അതുകൊണ്ട് നമ്മൾ വൃദ്ധ ആയിട്ടുള്ള ആൾക്കാരെയും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അവരെ പ്രൊട്ടക്ട് ചെയ്യണം. ഇന്ന് 5 തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. So this complete outlook is based on factors leading to successful humanity as against the civilization of polished cat and dog. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം ജീവിക്കുന്ന പ്രവാദം പറയുന്നത് പോളിഷ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. എന്താണ് പോളിഷ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് പറയാൻ? കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, അതായത്
പട്ടിയും പൂച്ചയൊക്കെ എങ്ങനെ ജീവിക്കുന്നത്? ആഹാരം, നിദ്ര, ഭയമൈത്തണം ച, ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, വെയിറ്റിംഗ് ആൻഡ് ഡിഫെൻഡിങ്. അതിനാണ് അവരുടെ. അപ്പൊ നമ്മളും അതന്നെ ചെയ്യണം, ഇതിന്റെ പോളിഷ്ഡ് വേ. അപ്പൊ അതുകൊണ്ട് നമ്മള് പോളിഷ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, അവരും ചെയ്യുന്നത് ആഹാരം, നിദ്ര, ഭയമൈത്തണം, നമ്മളും ചെയ്യുന്ന, പക്ഷെ നമ്മൾ ഇതിന്റെ പോളിഷ് വേ വി ആർ ഡൂയിങ് ഇറ്റ്. അത്ര വ്യത്യാസമുള്ളൂ. So the killing of the abomination innocent creatures is totally forbidden, because even by insulting them one loses one's duration of life. അപ്പൊ അവരെ കൊല്ല മാത്രമല്ല, അവരെ ഇൻസൾട്ട് ചെയ്താൽ കൂടി നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് ലൈഫ്, നമ്മുടെ സ്പാൻ ഓഫ് ലൈഫ് കുറയും എന്നാണ് പറയുന്നത്. ഇൻ ദ ഏജ് ഓഫ് കലി ദേ ആർ നോട്ട് പ്രോപ്പർലി പ്രൊട്ടക്റ്റഡ്. കലിയുഗത്തിൽ ഇവർ ഈ 5 കാറ്റഗറിയിലെ ആൾക്കാരെയും നമ്മൾ ശരിക്കും സംരക്ഷിക്കുന്നില്ല. അതാണ് നമ്മളുടെ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം, എല്ലാ ദുരിതത്തിന്റെയും കാരണം എന്നാണ് പറയുന്നത്. And therefore, the duration of life of the present generation is shortened considerably. Okay, മുമ്പത്തെ കാലത്ത് നമുക്കറിയാം, സത്യയുഗത്തിലെ, ത്രേതായുഗത്തിലെ, ദ്വാപരയുഗം വരെ കൂടുതൽ ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നു. ഇന്ന് അത് 100 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. ആ 100 ആവറേജ് 50-60 ഒക്കെ ആയിട്ട് കലിയുഗത്തിന്റെ അവസാനമാകുമ്പോഴേക്കും അതും കുറഞ്ഞ് 10-20 വർഷത്തിന് ആയിരിക്കും നമ്മുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്നാണ് പറയുന്നത്. In the Bhagavad Gita, it is stated that when the women become unchaste for want of proper protection, there are unwanted children called Varnashankara. അപ്പൊ അങ്ങനെ സ്ത്രീകളെ ശരിക്കും പ്രൊട്ടക്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ വർണ്ണശങ്കരം, അതായത് അവരുടെ ചാസ്റ്റിറ്റി നഷ്ടപ്പെടും. അങ്ങനെ അൺവാണ്ടഡ് ചിൽഡ്രൻ അവിടെ ഉണ്ടാവുന്നതാണ്. അതാണ് വർണ്ണശങ്കര. വർണ്ണശങ്കരത്തിനെ പറ്റിയിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആര്? അർജുനൻ പറയുന്നുണ്ട്, ഭഗവാനോട് പറയാണ്, വർണ്ണശങ്കരമായി യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ഈ സ്ത്രീകളെല്ലാം വിധവകളാവും, അതുകൊണ്ട് വർണ്ണശങ്കരം ഉണ്ടാവും, ഒരുപാട് അൺവാണ്ടഡ് ഓർഫൻ ചിൽഡ്രൻ വരും എന്ന് ഭഗവാനോട് പറയുന്നുണ്ട് അർജുനൻ, അല്ലെ? So to insult a chaste woman means to bring about disaster in the duration of life. Dushasana, the brother of Duryodhana, insulted Draupadi, an ideal chaste lady, and therefore the miscreants died untimely. These are some of the stringent laws of the Lord. ദുശാസനൻ ദ്രൗപദി മാതാവിനെ ഇൻസൾട്ട് ചെയ്തു, അതിന്റെ കാരണമാണ് അൺടൈംലി ഡെത്ത് സംഭവിച്ചത്. ദുശാസനം ആ പാർട്ടിസം കംപ്ലീറ്റ്. ഇതാണ് ഈ പ്രകൃതിയുടെ വളരെ കർശനമായിട്ടുള്ള സ്ട്രിഞ്ചന്റ് ലോസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ഒരു 10 മിനിറ്റ് കൂടുതൽ എടുത്തു എന്ന്, സോറി ഫോർ ദാറ്റ്. ഓക്കെ, നമ്മൾ അങ്ങനെ ഈ അധ്യായത്തില് 5 ശ്ലോകം, അല്ലെ? 5 ശ്ലോകം എടുത്തു. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അനന്തകോടി വൈഷ്ണവ की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेमानंदे. ഹരി ഹരി ഓം. ഓക്കെ, ഇനി എന്തെങ്കിലും